സ്വഭാവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയൽ അനിവാര്യമാണ്. സൽസ്വഭാവം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ല ഗുണമാണ്. ഒരുപാട് വിവരണങ്ങൾ മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഭാവം 3 കാര്യങ്ങളിലാണ്. അതിലൊന്ന് ഇജ്തിനാബുൽ മഹാരിം, ഹറാമുകൾ ഉപേക്ഷിക്കുക. 2 ത്വലബുൽ ഹലാൽ, ഹലാലായത് എപ്പോഴും അന്വേഷിക്കുക, എപ്പോഴും ഹലാല് വേണം എന്ന് ചിന്തിക്കുക, അനുവദനീയമായത് മാത്രം ചെയ്യണം, നിഷിദ്ധമായത് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. 3-മത്തത് തൗസിയത്തു അലൽ അയാൽ, തന്നെ ആശ്രയിക്കുന്നവരോട് വിശാലത കാണിക്കുക. ഈ 3 കാര്യമാണ് സ്വഭാവം. ഇങ്ങനെ പലരും ഒരുപാട് വിശദീകരണം, ഓരോരുത്തരും വ്യത്യസ്തമായ നിർവചനങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിവരണങ്ങളോ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സഹലു തസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്നാഹു അൽ ഇഹ്തിമാലു വ തർക്കുൽ മുകാഫഅ, അതിലേറ്റവും ലോ ലെവൽ അത് എല്ലാം സഹിക്കാൻ സന്നദ്ധമാകലാണ്. മറ്റൊന്ന്, ഇങ്ങോട്ടൊരാള് എന്തെങ്കിലും ഒരു മോശം ചെയ്താൽ അതിനങ്ങോട്ട് സമാനമായത് ചെയ്യാതിരിക്കലാണ്. 2-മത്തത് റഹ്മത്തുൽ ലിൽ വൽ ഇസ്തിഗ്ഫാറു ലഹു വ ശഫഖത്തു അലൈഹി, ഒരാൾ ആക്രമിച്ചാൽ അയാളോട് കരുണ കാണിക്കുക, അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക, അയാളോടും സ്നേഹം കാണിക്കുക. അതുപോലെ മറ്റൊരു സമയത്ത് ബഹുമാനപ്പെട്ട സഹർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാ യത്തഹിമൽ ഹഖ്ഖ ഫിർ റിസ്ഖി വ യഥിഖ ബിഹി, അല്ലാഹുവിനെ ഉറപ്പിക്കലാണ്. തന്റെ ജീവിതാവശ്യങ്ങളിൽ, തന്റെ റിസ്ഖിൽ അള്ളാഹു എന്നെ സൃഷ്ടിച്ചവനാണെങ്കിൽ അള്ളാഹു എല്ലാം തരാൻ മതിയായവനാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുക, അഥവാ നല്ല മനോധൈര്യത്തോടെ ജീവിക്കുക. വയസ്കുന ഇലൽ വഫാഇ ബിമാ ലമീന, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ഫയുതിയൂഹു വലാ യഅ്സിഹി ഫീ ജമീഇൽ ഉമൂർ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക. ഫീമാ ബൈനഹു വ ബൈനഹു, അള്ളാഹുവുമായി വീട്ടേണ്ട വിഷയങ്ങളിലും, ഫീമാ ബൈനഹു വ ബൈനന്നാസ്, ജനങ്ങളോടുള്ള വിഷയങ്ങളിലും, എല്ലാറ്റിലും ചെയ്യേണ്ടത് ചെയ്യുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. ഇതാണ് സ്വഭാവം എന്ന് പറഞ്ഞു. വാസിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർളാഉൽ ഖൽഖി ഫിസ്റാഇ വദറാഇ, പ്രയാസമായാലും ദുരിതമായാലും സന്തോഷമായാലും 2 ഘട്ടങ്ങളിലും എല്ലാ സൃഷ്ടികളോടും, മനുഷ്യരോടും പൊതുവെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ പെരുമാറുക. ഇങ്ങനെ വ്യത്യസ്തമായ വിവരണങ്ങൾ പറഞ്ഞവരുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നുൽ മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാ യൂസിറ ഫീക ജഫാ അൽ ഖൽഖി ബഅദ മുതാലഅതിക ലിൽ ഹഖ്, അല്ലാഹു ഉണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരു വിഷയങ്ങളിലും ഒരു വിഷയത്തിലും മറ്റു പടപ്പുകളോട് പിണങ്ങാതിരിക്കുക, അവരെ മറ്റൊരു രീതിയിൽ കാണാതിരിക്കുക. ഇങ്ങനെ വ്യത്യസ്ത വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് മതിയായ ഒരു നിർവചനം എന്ന രീതിയിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നൽകിയ വിവരണങ്ങൾ, അത് ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിശദമായ ഭാഗങ്ങൾ, അതിന്റെ ദർസ് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. സൗകര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്.